ഹലോ, ഞാനിന്ന് ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ബിരിയാണിയാണേ. അതിലേക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കുറേശ്ശെ മതി കേട്ടോ. ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് നന്നായിട്ട് ചേർത്ത് ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. അത് കുറച്ച് നേരം വെച്ചേക്കണം കേട്ടോ. ആ മസാലയൊക്കെ ഒന്ന് ചെമ്മീനിലേക്ക് പിടിക്കുന്നത് വരെ വെച്ചേക്കണം. ആ സമയത്തേക്ക് നമുക്ക് ബിരിയാണി അരി കഴുകി എടുക്കണം. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ട് 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിയിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് വെള്ളം എടുക്കേണ്ടത്. ഒരു പാത്രത്തിൽ തന്നെ റൈസും മസാലയും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ റൈസ് ആക്കാനായിട്ട് ഗ്യാസിൽ പാത്രം വെച്ച് കുറച്ച് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അധികം ക്വാണ്ടിറ്റി ഇല്ല, ഇത്തിരി കുറച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു പാത്രത്തിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കണം. പിന്നെ കുറച്ച് എണ്ണ, ഞാൻ വെളിച്ചെണ്ണയാട്ടോ ഒഴിക്കുന്നത്. ആ എണ്ണയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നല്ല വണ്ണം കുറച്ച്, തീരെ കനം കുറച്ച് അരിഞ്ഞിരിക്കുന്ന സവാള ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം. പിന്നീട് മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ പറഞ്ഞില്ലേ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, ആ കണക്കിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ആ സമയത്തേക്ക് സവാള നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അത് കോരി മാറ്റിയെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ, ആ നെയ്യോ എണ്ണയിലും തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് കോരണം. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് ഇതിലേക്കാണ് കേട്ടോ അതിന് നമ്മൾ ചോറ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആദ്യം തന്നെ എണ്ണയിൽ ആ വറുത്തുകോരി എണ്ണയില്ലേ അതിലേക്ക് തന്നെ മസാലയുടെ കൂട്ടിടുക. കുറച്ച് ഗ്രാമ്പു, ഏലക്ക, പട്ട അങ്ങനെയുള്ള കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ടിട്ട് നമ്മൾ വെള്ളം കളയാൻ വെച്ചിരിക്കുന്ന അരിയും ഇട്ട് നന്നായിട്ട് വറുക്കണം കുറച്ച് നേരം. എന്നിട്ട് ഈ തിളച്ച വെള്ളം ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്ത് അത് ഒരു ലോ ടു ഹൈ ഫ്ലെയിമിൽ, അത്ര ഹൈ ആവരുത് ഫ്ലെയിം, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആ വെള്ളം ഒന്ന് പറ്റി വരുമ്പോഴത്തേക്കും ചോറ് വെന്തിട്ടുണ്ടാവും കേട്ടോ. ആ വെള്ളം അങ്ങനെ മൂടി വെച്ച് അത് വേവിക്കാം. നല്ല ചോറ് നന്നായിട്ട് വെന്ത് നല്ല ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചോറ്. അതിന് മാറ്റി വെച്ചിട്ട് നമ്മളിനി അടുത്ത മസാല ഉണ്ടാക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണേ. ഇനി പാത്രം വെച്ച് വീണ്ടും ആ സെയിം പാത്രം തന്നെ കഴുകിയെടുത്തിട്ട് ഞാൻ അത് തന്നെ വെച്ചിരിക്കണം. അതിലേക്ക് നെയ്യ് 2 സ്പൂൺ സെയിം അളവിൽ തന്നെ 2 സ്പൂൺ നെയ്യ്, ഒരു 4 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീനെടുത്ത് ഇതിലേക്കിട്ട് നന്നായിട്ട് വറുത്ത് കോരണം കേട്ടോ. നല്ല ആ എണ്ണയിൽ കിടന്നിട്ട് വെള്ളമൊക്കെ പറ്റി നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ, അത്ര ഡീപ്പാവരുത് എന്നാലും കുറച്ച് ക്രിസ്പി ആവണം, അങ്ങനെ വറുത്ത് കോരുക. ഇനി ആ സമയത്തേക്ക് ചെമ്മീൻ വറുക്കുന്ന സമയത്തേക്ക് ഞാൻ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റൊക്കെ എടുത്ത് വെക്കണം, തക്കാളിയും എല്ലാം ആക്കി വെക്കാനായിട്ട് ചെയ്യാണ് കേട്ടോ. ചെമ്മീൻ വറുത്തിട്ടുണ്ട്. ഇനി ആ പാനിൽ നിന്ന് ചെമ്മീൻ മാറ്റിയിട്ട് സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഞാനൊരു 3 സവാളയായിട്ടോ എടുത്തിരിക്കുന്നത്. സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റണം കേട്ടോ, അപ്പോൾ വേഗം വഴണ്ടി വരും. നന്നായിട്ട് വഴണ്ട് ഒരു ഇച്ചിരി ബ്രൗൺ കളർ ആവണേ. അപ്പോൾ ആ സവാള വഴറ്റണതാണ് ഇച്ചിരി ഒന്ന് സമയം എടുക്കുക, ബാക്കിയെല്ലാം വേഗം തീരും കേട്ടോ. അങ്ങനെ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് ഒരു കളറൊക്കെ മാറി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു കൂട്ട് ചേർക്കുക. ഒരു 4 പച്ചമുളകും ഒരു കുടം വെളുത്തുള്ളിയും ഒരു ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, അത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ചതച്ച്. പിന്നെ ഒരു വലിയ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ തക്കാളിയൊക്കെ അതിലേക്ക് നന്നായിട്ട് ഒന്ന് വഴണ്ട് ചേരുന്ന പരുവത്തിലേക്ക് എടുക്കാം. അതിനുശേഷം പൊടികൾ ചേർക്കുകയാണേ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല. ഇനി സ്പൈസ് അധികം വേണ്ടാത്തവർക്ക് മുളക് പൊടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതും ചേർത്തിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഞാൻ മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എടുക്കാനായിട്ട് പറ്റിയില്ല, ആ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയായിരുന്നു.
അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതിൻ്റെ മുകളിലേക്കിട്ട് പിന്നെ ബിരിയാണി ദം ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അതിലേക്ക് പോവാണേ. പിന്നെ ഞാനിതാ പാലും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ ഇത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, വണ്ടിപ്പരിപ്പ്, മുന്തിരി അതെല്ലാം ഇട്ട് പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് കുറച്ച് ഗരം മസാലയും കൂടി പൊടിക്ക് ഇങ്ങനെ മുകളിൽ തൂക്കി കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് അത് സെയിം തന്നെ ആ പ്രോസസ്സ് 2 പ്രാവശ്യം ചെയ്യാം. കുറച്ച് ബാക്കിയുള്ള ചോറും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അങ്ങനെ 2 പ്രാവശ്യം ആക്കി അടച്ചു വെച്ചിട്ട് ദമ്മിടുക കേട്ടോ. നല്ല തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം ദമ്മ് കൊടുക്കുക. നല്ല ആവിയൊക്കെ വന്നിട്ട് നല്ല സ്മെല്ല് വരും. അപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫാക്കി കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് എടുത്ത് സെർവ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടോ. വളരെ ഈസിയാണ്, സിമ്പിളാണ്, എല്ലാവരും ചെയ്ത് നോക്കണം.